ആയിരക്കണക്കിന് ആളുകൾ ഒരു ടാരറ്റ് റീഡറിൻ്റെ അടുത്ത് പോകാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ഡിസിഷൻ, ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു കരിയറോ അല്ലെങ്കിൽ റിലേഷനോ, പലപ്പോഴും തെറാപ്പി പോലെ തന്നെയാണ് ഒരു ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് പോകാറുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഒരു പ്രൊഫഷണൽ ടാരറ്റ് റീഡറുമായിട്ട് നമ്മളെ സമയം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ പൊതുവിൽ ഇങ്ങനെ തെറാപ്പി കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതെന്താണ് പരിപാടി എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. What is tarot? Tarot is a psychological tool. It also taps on your subconscious mind ആണ്. ടാരോട്ടിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഒന്നും വേണ്ട. അപ്പം നമ്മൾ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ബ്ലോക്കേജസ് ഉണ്ട്, ഈ ലൈഫിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ടാരോട്ടിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണും. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണോ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും, അത് റീഡറിന്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ. ചേച്ചി, പൊതുവിൽ ഈ കേരളത്തിലുള്ള ആളുകൾക്ക് ടാരറ്റ് റീഡിംഗ് അങ്ങനെ ഒരു ഇതുമായിട്ട് അല്ലെങ്കിൽ ഒരു കൾച്ചറുമായിട്ട് അവർ അസോസിയേറ്റഡ് അല്ല. അത് എന്തുകൊണ്ടായിരിക്കും ചേച്ചിക്ക് തോന്നുന്നത്? അത് ബേസിക്കലി ഈ ടാരോട്ടിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇപ്പം ഇന്ത്യയിൽ നോർത്ത് സൈഡിൽ വരാൻ തുടങ്ങി ഇത്ര. പക്ഷേ ഇത് വെസ്റ്റേൺ കൺട്രിയുടെ കൾച്ചറാണ്. ഇവിടെ കൂടുതൽ എസ്ട്രോളജി, ന്യൂമറോളജി ഇതിലാണ് ഫോക്കസ്. ടാരോട്ട് ഇപ്പം എത്ര അവർക്ക് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ അബൌട്ട് ടാരോട്ട് ഇസ് സ്റ്റിൽ നോട്ട് ദെയർ. ഓക്കെ, അതിപ്പോൾ സ്ലോലി ഫ്രം നോർത്തിലെല്ലാം ഉണ്ട്. ഞാൻ അഹമ്മദാബാദിൻ്റെ, അപ്പം അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഇൻഫാക്ട് ടാരോട്ട് അവിടെ ആൾക്കാർ ലേഡീസ് ഒരു സ്റ്റേറ്റസ് സിമ്പിൾ പോലെയാണ് നോക്കുന്നത് ടാരോട്ട് ക്ലബ്സിലെല്ലാം. ഓക്കെ, അവർക്ക് ഈ ടാരോട്ട് ചെയ്തിട്ട് പോയിട്ട് അവർ പറയും നമ്മൾ ടാരോട്ട് ചെയ്യിപ്പിച്ചു എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ടാരോട്ട് ഈസ് സംതിങ് ഇപ്പം ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നതാണ്. എസ്പെഷ്യലി ഇവിടെ കേരളത്തിൽ അത്ര ഇതിൻ്റെ ഇൻഫർമേഷൻ ഇല്ല. പക്ഷേ ഐ വുഡ് സജസ്റ്റ് ദറ്റ് പീപ്പിൾ ഷുഡ് ഡു ടാരോട്ട് റീഡിങ്. എല്ലാവരും വൺസെങ്കിലും ആ ടാരോട്ടിൻ്റെ എക്സ്പീരിയൻസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളടുത്ത് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം അറിഞ്ഞുകൂടാതെ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. തിരിച്ചു വന്നിട്ട് ഞാൻ പറയാം എന്താണ്. എനിക്കൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു പ്രൈവറ്റ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അന്ന് അകത്തേക്ക് പോവും, എന്നിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അല്ല, കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. ഓക്കെ അജിൻ എന്തെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പം, അജിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് അത് ചോദിക്കാം അജിൻ. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കയറുന്നതിനും പറഞ്ഞല്ലോ, തെറാപ്പി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ അത്രയും വലിയ സയന്റിഫിക് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്തിനു ചെയ്യുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ 3-4 ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയേണ്ട. ഈ ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ചോദ്യങ്ങൾ, നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉള്ളത് അതിനുള്ള ഉത്തരങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ എവിടെ എത്തും അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്തിനു വേണ്ടിയാണ്, നമ്മൾ ഈ ജാതകമൊക്കെ നോക്കുന്ന പോലെയൊന്നും അല്ല. നമ്മുടെ കറണ്ട് സിനാരിയോയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള. ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര സയന്റിഫിക് ആയിട്ട് തോന്നുന്നു. കുറേ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രശ്നം ഞാൻ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് അത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായി. ഭയങ്കര എക്സ്പ്രസീവായിട്ട്, ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് പുള്ളിക്കാരി എനിക്കത് പറഞ്ഞു തന്നു. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇതാണ് ടാരോട്ട് കാർഡ്സ്. There are 78 cards in this deck. Every card has its own story. In the olden ancient days, മറ്റേ പാരറ്റിനെ കൊണ്ട് നമ്മൾ കാർഡ്സ് എടുപ്പിക്കും. അതല്ല ഇത്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇതിന് നമ്മൾ സൈക്കോളജിക്കൽ ടൂൾ എന്നും പറയാം. ബിക്കോസ് ഇത് ഒരു നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ വരെ ടാപ്പ് ചെയ്യും. ഇപ്പം എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ബ്ലോക്കേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലൈഫിൽ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, അതെല്ലാം ഈ ഇതിൽ മനസ്സിലാവും. എന്തെങ്കിലും ഹിഡൻ ഉണ്ട്, എനിത്തിങ് ഹിഡൻ ഇസ് ദെയർ which you don't know whether it is what somebody is saying is a lie or not. അത് ഇതിൽ വരും. ഞാൻ ഇതിന് എങ്ങനെയൊക്കെ ഞാൻ അത് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ആളുകൾ വിചാരിക്കും ഞാൻ ഇത് മറ്റേ നമ്മുടെ മൂവീൻ്റെ റിവ്യൂ ഒക്കെ കൊടുക്കുന്ന പോലെ ഞാൻ കിടിലം, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, നിങ്ങൾ പോയി സിനിമ കാണണം എന്നൊക്കെ പറയുന്ന പോലെ. അതല്ല, ആക്ച്വലി അതല്ല. എനിക്കിത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിന്നെ ഇത് ആര് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വേണം, അത് വേറൊരാളുടെ നിന്ന് കിട്ടില്ല എന്നൊക്കെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനം കിട്ടും. ഒരിക്കലും നമുക്ക് ചോദിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞാണ്. കുറച്ചും കൂടെ ഫ്രീ ആയ ഒരു ഫീലിംഗ്, ഒരു സമാധാനം. എൻ്റെ ലൈഫിൽ കുറെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള കുറച്ച് വലിയ വലിയ തീരുമാനങ്ങൾ ഞാൻ ആക്ച്വലി അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇറങ്ങിയത്. എനിക്കിത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഇനി അടുത്ത ശ്രീഹരി കയറാൻ പോവാണ്. ശ്രീഹരി കയറിയിട്ട് അവനും കുറെ നേരം ക്യാമറയുടെ ബാക്കിലല്ലേ നിന്നിട്ടുള്ളൂ. അപ്പൊ അവന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
അതും ഞാനൊന്ന് കാണിക്കാൻ നോക്കാം. അകത്ത് എന്തായാലും വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് കൺഫേം ആയി. സോ ഇന്ന് ഞാൻ ഇവിടെ ടാരറ്റ് റീഡിങ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിനു മുന്നേ തെറാപ്പിയും സൈക്കോളജിയൊക്കെ ആക്ച്വലി കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം എൻ്റെ ഇൻസൈറ്റ്സ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എനിക്ക് എടാ ചേച്ചി ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പം നിനക്ക് എന്ത് തോന്നുന്നു? എൻ്റെത് നീ കേട്ടല്ലോ, ഫുള്ള് കേട്ടു. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് തിങ് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാൾ എക്സ്ട്രാ കേൾക്കാൻ വേണോ ഉണ്ട് എന്നുള്ളത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തെറാപ്പി ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നത്, അമ്മേനെ പുറത്താക്കി. അപ്പോൾ ഇവിടെ ആക്ച്വലി ആ ഒരു ചോയ്സ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, ഒന്നും അറിയുകയും വേണ്ട. ടോട്ടലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആ കാർഡ് തരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് എനിക്ക് നല്ല ആൻസർ കിട്ടി. ആൻഡ് ഞാൻ പറയാതെ തന്നെ കുറെ ആൻസേഴ്സ് എനിക്ക് ഇങ്ങോട്ട് തന്നു. അപ്പോൾ അത് ആക്ച്വലി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതെനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ചെയ്ത കാര്യം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അതിൻ്റെ കാരണമാണ്, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് വേണ്ടി മറ്റേ ശപിച്ചു ചെയ്ത്, അങ്ങനെ അതൊന്നുമല്ല. റിയലി പ്രശ്നം എവിടെയാണ്, ആ പ്രശ്നം ഞാനാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. മനസ്സിലായ അത് സത്യം പറഞ്ഞ എന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിലും കുറച്ചും കൂടെ ഇമ്പാക്റ്റ് എനിക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം ഷി വാസ് ക്രൈങ് ഡ്യൂറിങ് മൈ വർക്ക്ഷോപ്പ്. ആൻഡ് പിന്നെ അവൾ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം ഷി വാസ് അറൌണ്ട് 45 വെൻ ഷി കോൺടാക്റ്റഡ് മീ. ആൻഡ് അവളെ ഒരു ലൈഫിൽ അവളെ സെൽഫ് എസ്റ്റീം, അവളെ കോൺഫിഡൻസ്, അവളെ സെൽഫ് ഇതെല്ലാം ക്വസ്റ്റ്യനിങ് ചെയ്യുമായിരുന്നു. വാട്ട് ഹാപ്പൻഡ് വിത്ത് ഹെർ ഇസ് ലൈക്ക് വൺസ് ഷി ഗോട്ട് മാരീഡ്, ബിഫോർ മാരേജ് ഷി വാസ് വർക്കിംഗ്. അത് കല്യാണം കഴിഞ്ഞപ്പം കൊച്ചു ജനിച്ചപ്പോൾ അവൾ ആ ജോലി വിട്ടപ്പം അവൾ വിചാരിച്ചു ഇനി കൊച്ച് 5 വയസ്സാവുമ്പം 6 വയസ്സാവുമ്പം ഐ വിൽ സ്റ്റാർട്ട് വർക്കിംഗ് അഗെയിൻ. അപ്പോഴത്തേക്ക് അത് നടന്നില്ല. പിന്നെ കൊച്ച് 10 വയസ്സായപ്പം അത് നടന്നില്ല. 15 years ആയപ്പോൾ അത് നടന്നില്ല. അപ്പം ഷീ വാസ് ലൈക്ക് കണ്ടിന്യൂസ്ലി ഇൻസൈഡ് ഹർ ഹോം. ഹർ ഐഡൻറ്റിറ്റി വാസ് ഓൺലി ഹോം ആൻഡ് ഹർ ഹൗസ്, നത്തിങ് എൽസ്. But when she was at the age of 45, 43, 44, 45 and all, she started feeling very depressed from inside. Nobody was understanding her. She didn't know what to do. And then she came to me and she told me, ma'am, this is what is happening with me. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്ക് തന്നെ എൻ്റെ എക്സിസ്റ്റൻസിൽ തന്നെ എനിക്ക് ക്വസ്റ്റ്യനാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ പിള്ളേരെന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഫുൾ ലൈഫ് അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. So she was so depressed at that time. So how could I help her? She said, ma'am, is there any way? ഞാൻ അവളെ ഒത്തിരി കൗൺസിലിംഗ് ചെയ്തു. 2-3-4 സെഷൻ കഴിഞ്ഞു. അവളെ എൻകറേജ് ചെയ്തു, ഓക്കെ നീ എന്തെങ്കിലും തുടങ്ങണം. അപ്പോൾ അവൾക്ക് അവളെ ഒരു റിലേറ്റീവ് ഒരു കോസ്മെറ്റിക് ബിസിനസ്സിലാണ്. അപ്പോൾ അവൾക്ക് തോന്നി, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കോസ്മെറ്റിക് റിലേറ്റഡ്. അവൾ ചോദിച്ചു എനിക്ക് ചെയ്യാനൊക്കെ. ഞാൻ ടാരോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ ചെയ്തോ, കോസ്മെറ്റിക് റിലേറ്റഡ് ചെയ്തോ, ഇറ്റ് വിൽ ബി വെരി ഗുഡ് ബിക്കോസ് ഈവൻ ഹർ വീനസ് എവറിത്തിങ് വാസ് വെരി ഗുഡ് ഇൻ ഹർ ബർത്ത് ചാർട്ട്. സോ ഐ സെഡ് യാ യു ക്യാൻ ഡു ദാറ്റ്. അപ്പം അവൾ തുടങ്ങി. ആ സമയത്ത് ഒരു 46 എല്ലായപ്പോൾ അവൾ ആ ബിസിനസ് തുടങ്ങി. പതുക്കെ അത് തുടങ്ങിയപ്പം ഇനിഷ്യലി അവൾക്ക് ഇപ്പോൾ ഒരു പേടിയും ഫിയർ ആയിരുന്നു. ഇത് ഫെയിലായ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും, എൻ്റെ പിള്ളേർ എന്നെ പറയും. അവൾക്ക് ആ പേടിച്ച് അവൾ അത് തുടങ്ങി. അവളെ സ്വന്തം എബിലിറ്റി, അവളെ സ്വന്തം ഒരു കാലിബർ കോമ്പറ്റൻസി അവൾ മനസ്സിലാക്കിയത് അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത്. ഒരു 3-4 years ആയി തുടങ്ങിയ ശേഷം ഇപ്പം ഷീ ഈസ് ഡൂയിങ് സക്സസ്ഫുൾ. ഈവൻ ഷീ ഈസ് റണ്ണിങ് ദിസ് ഓൺലൈൻ ഓൾസോ റൈറ്റ് നൗ. ആൻഡ് ടുഡേ ഷീ ഓൾവേസ് കംസ് ആൻഡ് ടെൽസ് മീ ദാറ്റ് മാം, ഇഫ് യു വുഡ് ഹാവ് not helped me or not made me understand that what is my worth and how much I can contribute, I never understood. With that, not only her husband, her children also started valuing her more than anything else. She is very happy today. She is confident. She has her own group. She travels alone. Everything is changed for her. Even her body has changed. Everything has changed for her. She started going to gym. She started grooming herself. Because ഒരിക്കൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയപ്പം ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കണം. ഒരു സെൽഫ് വർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ വാല്യൂ ചെയ്യത്തുള്ളൂ. we have to love ourselves more than anybody else. We have to love ourselves. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, loving ourselves is not being selfish. I said no, loving yourself is not selfish. You're loving yourself because if you are good,
you can make other people good. If you are happy, you can make other people happy. So there are many women today, okay, who is going through the same story of what I told right now, who is going through the same self-esteem, confidence problem. I hope they will all get someone to help them and bring them to the level where today she is. Hi everyone, I'm Srilata here. I basically am born and brought up in Ahmedabad. ഞാൻ ആക്ച്വലി ഒരു മലയാളിയാണ്. I belong to a business family. All this while ഞാൻ കോർപ്പറേറ്റിലായിരുന്നു in an HR department. ഞാൻ almost when I reached a director level, I quit my job because എനിക്കൊരു കോളിംഗ് വന്നു 2019 എനിക്ക് യൂണിവേഴ്സിന് കോളിംഗ് വന്നു. ആ കോളിങ്ങിൽ എനിക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ പോയിട്ട് ടാരോട്ട് പഠിച്ചത്. അപ്പോൾ ഞാൻ സർട്ടിഫൈഡ് ടാരോട്ട് റീഡറാണ്. പക്ഷെ ഞാൻ ടാരോട്ട് പഠിച്ചത് ഒരു ഹോബി പോലെയാണ്. ബിക്കോസ് എനിക്ക് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഒരു എൻതൂസിയാസ്റ്റിക് ഉള്ള പേഴ്സൺ ആണ്. അപ്പം ഞാൻ പോയിട്ട് ആ ടാരോട്ടും പഠിച്ചു. ടാരോട്ട് പഠിച്ച ശേഷം ഞാൻ ആ കാർഡ്സിന് അങ്ങ് സൈഡത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ച് എൻ്റെ നോർമൽ കോർപ്പറേറ്റ് വർക്കിൽ ഐ എൻറ്റേർഡ്. ബട്ട് ദർ വാസ് എ കോൺസ്റ്റൻറ്റ് change which was happening within me, and there was a constant calling from the universe. So I decided to quit the job. I quit the job, and then slowly I started understanding myself. അതിൽ കുറച്ച് ഞാൻ ഐസൊലേഷനിൽ പോയി ആ സമയത്ത്. എൻ്റെ ഫാമിലിക്ക് മനസ്സിലായില്ല വാട്ട് ട്രാൻസ്ഫോർമേഷൻ ഇസ് ഹാപ്പനിങ് വിത്തിൻ മീ. പിന്നെ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് വിഷൻസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് വിഷൻ ഇസ് ഓൾ അബൌട്ട്. പിന്നെ എനിക്ക് സ്ലോലി യൂണിവേഴ്സ് പറഞ്ഞു തന്നു, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് കൺസൾട്ടിങ്. ആൾക്കാർ വരാൻ തുടങ്ങി എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ റീഡിങ് തുടങ്ങി. അപ്പം പിന്നെ അത് സക്സസ് കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ജേർണി. അപ്പം നൗ ഫ്രം ലാസ്റ്റ് 5 to 6 years ഓൾമോസ്റ്റ്, ലൈക്ക് 2018 to 19 ഞാൻ ഈ ജേർണി തുടങ്ങിയതാ. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ക്ലയൻസ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വലിയ അബ്രപ്റ്റ് കട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലേ. ചിലപ്പോൾ ഈ വീഡിയോ ശരി ബോറിംഗ് ആയിരിക്കും, പക്ഷെ എന്നാലും ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്തെങ്കിലും പറയാം? താങ്ക് യു സോ മച്ച്. Give her that phone like 7 that dope.